വൈകിട്ട് എന്താ പരിപാടി? ഞായറാഴ്ചയും മറ്റ് അവധി ദിവസങ്ങളിലും ചില സുഹൃത്തുക്കൾ ഇങ്ങനെ ചോദിക്കാറുണ്ടോ? അവർ സ്നേഹത്തോടെ വിളിച്ചതല്ലേ, ഒന്ന് കമ്പനി കൂടാൻ പോയില്ലെങ്കിൽ മോശമല്ലേ? ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് പലരും. എന്നാൽ അവർ വിളിച്ചു കൊണ്ടുപോകുന്നത് ഒരു കൊലക്കളത്തിലേക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. കാരണം ഒന്നിച്ചുള്ള മദ്യപാനവും അതേ തുടർന്നുള്ള പ്രശ്നങ്ങളുമാണ് പല കൊലപാതകങ്ങൾക്കും കാരണം. കൊച്ചി പച്ചാളത്ത് മദ്യലഹരിയിലുണ്ടായ സംഘർഷത്തിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിലേക്കാണ്. പച്ചാളം സ്വദേശി ആൽജൂഡിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാളുടെ സുഹൃത്ത് സിനോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാക്കുതർക്കത്തിനിടെ ഫ്രൈങ് പാൻ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതി സിനോഷിന്റെ വീട്ടിലാണ് അൽജൂഡിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിനോഷ്, അൽജൂഡ് എന്നിവർ മറ്റൊരു സുഹൃത്തിനൊപ്പം ഇന്നലെ രാത്രി മദ്യപിച്ചിരുന്നു. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിനിടെ സിനോഷ് ഫ്രൈയിങ് പാൻ എടുത്ത് അൽജൂഡിന്റെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സിനോഷിന്റെ വീടിന്റെ ടെറസിലാണ് സംഭവം നടന്നത്. താഴെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വാടകയ്ക്ക് താമസിക്കാൻ നൽകിയിരിക്കുകയാണ്. ഇവരാണ് മൃതദേഹം രാവിലെ കാണുന്നത്. തൊട്ടടുത്ത പ്രതി സിനോഷുമുണ്ടായിരുന്നു. സിനോഷും അൽജൂഡും പല കേസുകളിലും പ്രതികളാണെന്ന് സ്ഥലത്തെത്തിയ MLA TJ വിനോദ് പറഞ്ഞു. ഇന്നലെ 3-4 ചെറുപ്പക്കാർ ഒരുമിച്ചിരുന്ന് മദ്യപിച്ച് അതിനിടയിൽ ജൂഡെന്ന് പറയുന്ന ആളെയാണ് ഫ്രൈയിങ് പാൻ കൊണ്ട് അടിച്ച് മൃഗീയമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രതികളെ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്, പ്രതികളെ പിടിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും കാര്യങ്ങളും ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകും. എല്ലാവരും ഒരു സാമൂഹിക പശ്ചാത്തലം അവരുടെ അടുത്ത് നോക്കിയാൽ വളരെ മോശമായ ഒരു സാഹചര്യമാണ് പൊതുവേ ഉള്ളത്. കൊല ചെയ്തെന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ വീടാണിത്. അദ്ദേഹം മുകളിലാണ് താമസിക്കുന്നത്, താഴത്ത് അദ്ദേഹം റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ എല്ലാവരും കൂടി ഇത് മദ്യപിച്ച് അതിനിടയ്ക്ക് ആണ് ഇത് ഫ്രൈയിങ് പാൻ കൊണ്ട് അടിച്ച് മൃഗീയമായി കൊല ചെയ്യപ്പെട്ടത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അൽജൂഡിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. കൃത്യത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ്. മദ്യപിച്ച പരിസരവാസികൾക്ക് സ്ഥിരം ശല്യമുണ്ടാക്കുന്നവരാണ് സിനോഷും സുഹൃത്തുക്കളുമെന്ന് പോലീസ് പറയുന്നു. News 18 കൊച്ചി.